ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മുടെ സദ്യയിലും എല്ലാത്തിനും ഓണത്തിനും എല്ലാത്തിനും പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഓലൻ. ആ ഓലൻ നമുക്ക് എങ്ങനെ വെക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഓലൻ വെക്കാനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിതിനാവശ്യമായിട്ട് 1 കപ്പ് പച്ചമത്തൻ, അതേപോലെ 1 കപ്പ് പച്ചപ്പയർ, പിന്നെ ഒരു 4-5 പച്ചമുളക്. ഇതിനാവശ്യമായി നമുക്ക് പാലെടുക്കാനുള്ളത് 1-ാം പാലും 2-ാം പാലും എടുക്കാനുള്ള തേങ്ങ, ഒരു 1.5 മൂടി തേങ്ങ. നമുക്ക് ഇതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിൽ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം പച്ചപ്പയറാണ് വേവിക്കാൻ ചെയ്യേണ്ടത്. അത് കുറച്ച് വേവ് കൂടുതലാണ്. നമുക്ക് ആദ്യം അത് വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇവിടെ പയർ ഒരു 2-3 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളയുക. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 2-ാം പാലാണ്. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തെന്ന് വെച്ചാൽ നന്നായിട്ട് പാല് അതിന് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മത്തനിട്ട് കൊടുക്കാം. നമുക്കിനി പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 സ്പൂൺ ഉപ്പ്, അതായത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2-ാം പാൽ എടുത്ത് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങയിൽ 1-ാം പാൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച് പാലെടുക്കുന്നതാണ് 1-ാം പാൽ. 2-ാം പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് തേങ്ങച്ചണ്ടിയിൽ നിന്നും പിന്നെയും 2-ാം പ്രാവശ്യം വെള്ളം ഒഴിച്ച് എടുക്കുന്നതാണ് 2-ാം പാൽ. ഇതിൽ ഒഴിച്ചിരിക്കുന്നത് 2-ാം പാലാണ്. ഏകദേശം തിളച്ച് ഇത് വറ്റി വരണം. നന്നായി തിളച്ച് തുടങ്ങി. നമ്മുടെ ഏകദേശം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1-ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് തിള വന്നു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം വയ്ക്കുന്നതോടുകൂടി തന്നെ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓലൻ തയ്യാറാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓലൻ എല്ലാം റെഡി ആയിരിക്കണം. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇത് രുചിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ ആ വീഡിയോയുടെ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സൂര്യനാരായണൻ, സൈനിങ് ഓഫ്. ബൈ.